ഈ പുഴയും കടന്ന് പുത്തൻ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ യമുനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് ശാരദയും കാവേരി. അപ്പം നാട്ടുകാരൊക്കെ ഓരോന്ന് കളിയാക്കി പറയുന്നുണ്ട് യമുനെ. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും തട്ടുകേട് ഇലയ്ക്ക് തന്നെ, എങ്ങനെയെങ്കിലും ഊരിയെടുക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഓരോന്ന് ശാരദയും യമുനയും കാവേരിയൊക്കെ അവമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് യമുനയ്ക്ക് ഭയങ്കര സങ്കടവും വരുന്നുണ്ട്. അപ്പം കാവേരിയാണെങ്കിൽ എല്ലാത്തിനെയും അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത കൊതിയും നുണയും പറഞ്ഞാലുണ്ടല്ലോ, നാവരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. ഇത് അരവിന്ദൻ്റെ മകളാ പറയുന്നത്, കണ്ണൂരുകാരൻ അരവിന്ദൻ്റെ മകളാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാവേരി കല്ലെടുത്തെറിയാണ് എല്ലാവരെയും. അപ്പം ശാരദയാണെങ്കിൽ കാവേരി കാവേരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം നന്നായിട്ട് കളിയാക്കുന്നുണ്ട് യമുനെ. ശാരദയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഈ സമയത്ത് വിശാലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ജയപാലും ഭാര്യയും കൂടെ. അപ്പം ഭാര്യ മരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ജയപാലിൻ്റെ അടുത്ത് പറയാണ്, ഇത് ജയപാലേട്ടനോടുള്ള വിരോധം കൊച്ചിനെ കൈ കിട്ടിയപ്പോൾ അവർ തീർത്തിയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ജയപാലിൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യ. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.